നമ്മളിപ്പോൾ നിൽക്കുന്നത് സെയിൻറ്റ് തോമസ് ഡ്രാഗ്വേലാണ്. നോർത്ത് അമേരിക്കയിൽ മലയാളികൾ ഒത്തുചേർന്ന് ആദ്യമായിട്ട് നടത്തുന്ന ഒരു ഡ്രാഗ് സ്ട്രിപ്പ് ഇവൻ്റ് ആയിരിക്കും നമ്മൾ ഈ പുറകിൽ നടക്കുന്നത്. ഈ ഇവൻ്റ് നടക്കുന്നത് സെയിൻറ്റ് തോമസ് ഡ്രാഗ്വേലാണ്. 1962 പേർപ്പസ് ബിൽഡായിട്ടുള്ള ആദ്യത്തെ ഒരു ഡ്രാഗ് സ്ട്രിപ്പ് കൂടിയാണ്. ഒരുപാട് ടൈം അറ്റാക്കുകൾ നടന്നിട്ടുള്ളൊരു സ്ഥലമാണ്. അവിടെയാണ് നമ്മൾ മലയാളികൾ കമ്പീറ്റ് ചെയ്യാൻ പോകുന്നത്. മലയാളി ഓഡിയൻസ് എത്ര വലുതാണെന്നുള്ളത് കാണിച്ചു തരുന്നൊരു ഇവൻ്റ് കൂടിയാണ്. കാരണം നാട്ടിൽ ഒരുപാട് വണ്ടിപ്രാന്തന്മാരുള്ളൊരു സ്ഥലമാണ് കേരളം. പക്ഷേ അതിന് അവർക്ക് അവരുടെ ആ ഒരു കഴിവ് തെളിയിക്കാനൊരു വേദി നമ്മുടെ നാട്ടിലില്ല. പക്ഷേ കാനഡയിലേക്ക് വരുമ്പോൾ മറിച്ചാണ് സംഭവം. നമുക്ക് കാർ എന്തൂസിയാസ്റ്റ് ആണോ ഇഷ്ടം പോലെ ഓപ്പർച്യൂണിറ്റീസ് ആണ്. It may be by the skin of my teeth. I may have to steal like a thief, but I will fight for my survival. Let me know. Hey, I don't read by. All right. Nice car trips. Yeah. Line up them. Yep. We are packing our things as well. Yep. Okay. For some registration purposes. Perfect. Okay. So we'll bring the cars. You get a break in the I'm gonna fight for my survival. ആ പോയ രണ്ടുപേര് CMMC ക്ലബ്ബ് എന്ന് പറയുന്ന കാനഡയിലെ തന്നെ ഏറ്റവും വലിയ മലയാളി ബൈക്കർ ക്ലബ്ബിലുള്ള രണ്ടുപേരാണ്. അവരുടെ കുറേ ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ബൈക്സും കാർസും ഒക്കെ ഇന്ന് മത്സരിക്കുന്നുണ്ട്. ഇതൊരു കിടിലൻ ഇവൻ്റാണ്. ഞങ്ങൾ ഈ ഒരു രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്ക് ഇതൊരു എക്സ്പെക്ടേഷൻ ഇല്ലായിരുന്നു. നമ്മുടെ ഇവിടുത്തെ ഈ ഒരു കാർ കൾച്ചർ അല്ലെങ്കിൽ ബൈക്ക് കൾച്ചർ ഓട്ടോ എന്ത്യാസിസ് ഗ്രൂപ്പ് എത്ര വലുതാണെന്ന് അറിഞ്ഞത് ഞങ്ങളുടെ ഈ രജിസ്ട്രേഷൻ്റെ തലേ ദിവസമാണ്. അത് 150ഓളം കാറുകളാണ് രജിസ്റ്റർ ചെയ്തത്. അതുകൂടാതെ ഇന്നിവിടെ വന്ന ഒരുപാട് സ്പോട്ട് രജിസ്ട്രേഷൻസ് വേറെ. നമ്മൾ ഈ ഒരു ട്രാക്ക് റെൻ്റ് എടുത്തിട്ട് അൺലിമിറ്റഡ് റൺസ്, അതായത് ടെസ്റ്റ് ആൻഡ് ട്യൂൺ ചെയ്യാനുള്ള റൺസാണ് കൊടുക്കുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിതൊരു ടിക്കറ്റഡ് ഇവൻ്റായിട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് ആദ്യമായിട്ട് ചെയ്യുന്നവരായിരിക്കും അല്ലേ, അവർക്ക് ഒരു എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് നമ്മളിത് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ അൺലിമിറ്റഡ് റൺസ് ഇങ്ങനെ ഒരു ട്രാക്ക് റെൻ്റ് എടുത്ത് ഫ്രീ ആയിട്ട് കൊടുക്കാൻ നമ്മളെ ഒരുപാട് സഹായിച്ചത് നമ്മുടെ സ്പോൺസേഴ്സാണ്. ട്രിനിറ്റി ഓട്ടോ ഗ്രൂപ്പാണ് ഇതിൻ്റെ ഒരു മെയിൻ സ്പോൺസർ എന്ന് പറയുന്നത്. ക്വാർട്ടർ മൈൽ ഫിനിഷ് ചെയ്യുന്ന ആരാണ് അവരാണ് ദ വിന്നർ. നമുക്ക് 3 ടൈറ്റിലുകളുണ്ട്. ഫാസ്റ്റസ്റ്റ് മലയാളി കാറും ഫാസ്റ്റസ്റ്റ് മലയാളി മോട്ടോർ സൈക്കിളും ഫാസ്റ്റസ്റ്റ് മലയാളി കാർ ക്ലബ്ബും. ഇത് മലയാളികളുടെ കാനഡയിലത്തെ തന്നെ കാർ കൾച്ചറിൻ്റെ സീൻ കുറച്ച് മാറ്റാൻ പോവാം. എൻ്റെ പേര് സൂര്യ തേജസ്. ഞാനിവിടെ ഒരു ഓട്ടോ ബോഡി പൊളിഷൻ സെൻറ്റർ നടത്തുന്നുണ്ട്. ഇന്ന് കുറേ എൻ്റെ ഫ്രണ്ട്സ് മലയാളികൾക്ക് വേണ്ടി ഒരു ഡ്രാഗ് റേസ് നടത്തുന്നതെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അതിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാമെന്ന് കരുതി എൻ്റെ ഷോപ്പ് കാർ ഞാൻ ഇന്നിവിടെ കൊണ്ടുവന്നു. കോയിൻസിഡൻസ് ലൈക്ക് നമ്മൾ തന്നെയാണ് ഇന്നത്തെ ഫാസ്റ്റസ്റ്റ് മലയാളിക്കുള്ള ട്രോഫി അടിച്ചേക്കുന്നത്. 10.20 ആണ് പുള്ളി അച്ചീവ് ചെയ്തിരിക്കുന്ന സമയം. To the things I do, 'cause I will fight for my survival. It may be by the skin of my teeth. I may have അല്ലൂസിൻ്റെ കോർഡിനേറ്റേഴ്സിനെ എനിക്ക് പണ്ടുപോലെ അറിയാം, ഞങ്ങൾ നാട്ടുകാർ. അപ്പം ഇവരുടെ എല്ലാ ഇവൻസിനും ഞങ്ങൾ മുടങ്ങാതെ ചെല്ലാറുണ്ട്. അപ്പം അങ്ങോട്ട് ഒരു മ്യൂച്വൽ സപ്പോർട്ടാണ് അവർ നമുക്കും തരുന്നത്, നമ്മൾ അവർക്കും കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മളൊരു മീറ്റപ്പ് കണ്ടക്ട് ചെയ്താൽ പോലും അവർ വരാറുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഇവൻ്റ് ഇത് ഓപ്പർച്യൂണിറ്റി കിട്ടിയതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ തന്നെയല്ല, ഞങ്ങളുടെ ക്ലബിലുള്ള എല്ലാവരും ഹാപ്പിയാണ്. അപ്പം അതിന് മലൂഗസിനൊരു ബിഗ് താങ്ക്സ്. ക്ലബ് ഇക്കിഗായ്ക്ക് വേണ്ടിയാണ് ട്രാക്കിൽ ഇറങ്ങിയത്. ഇന്ന് കിട്ടിയ പ്രൈസ് എനിക്ക് 13.88 ആണ് എൻ്റെ സ്പീഡ് വന്നിട്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ഇവൻറ്റിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അപ്പം എക്സ്പീരിയൻസ് ഭയങ്കര കിടിലായിരുന്നു. നോർത്ത് അമേരിക്കയിൽ ആദ്യമായിട്ടാണ്
ഡ്രാഗ് സ്ട്രിപ്പിൽ ഇത്രയും മലയാളികൾ ഒന്നിച്ച് വരുന്നത്. അതായത് ഡ്രാഗ് സ്ട്രിപ്പ് എക്സ്പീരിയൻസ് ചെയ്ത മലയാളികൾ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ ഡ്രാഗ് സ്ട്രിപ്പുകളിലെ ഒരു ഇവന്റ് ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഇത്രയും പേര് മലയാളികൾ ഒന്നിച്ച് വലിയ കാര്യം എന്താ പറയുക, കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ നടത്തിയത് ടൊറന്റോ എന്ന് പറഞ്ഞ മെയിൻ GTA-ലാണ്. ഇത് ഇത്രയും ഒരു ഉൾപ്രദേശത്ത് സെന്റ് തോമസിൽ ഇതുപോലൊരു സ്ഥലത്ത് നടത്തിയിട്ട് ഏതാണ്ട് അതുപോലെ തന്നെ ആൾക്കാരും വന്നു. അതിലും കൂടുതൽ വന്നു, അതിലും കൂടുതൽ ആൾക്കാരുണ്ടായിരുന്നു, അതിലും കൂടുതൽ വണ്ടികൾ ഇവിടെ കോമ്പീറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അത് വലിയൊരു മാത്രമല്ല അപ്പോൾ തീർച്ചയായിട്ടും ഇനി ഇതുപോലെ മലയാളികൾക്ക് വേണ്ടിയിട്ട് നമ്മളും കൂടെ ഉണ്ടാവും, മലയാളീസും കൂടെ ഉണ്ട്. നമുക്കും അതിലേറെ സന്തോഷം. പിന്നെ നമ്മുടെ കൂടെ നിങ്ങളുള്ളതിൽ അതിലേറെ സന്തോഷം.